ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ജനുവരി മാസം 4-ാം തീയതി ഒരു നല്ല ദിവസം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തെ ആധാരമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലും പറഞ്ഞിട്ടുള്ളത്. മക്കൾ മാതാപിതാക്കളുടെ അളവുകോലാണ്. അതെ, വാസ്തവത്തിൽ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണ് എന്നറിയണമെങ്കിൽ മക്കളെ നോക്കിയാൽ മതി. ആദ്യത്തെ മാതാപിതാക്കളായ ആദഹൂമാർ അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയുവാനായിട്ട് അവരുടെ മക്കളെ നോക്കിയാൽ മതി. അവരിൽ ആദ്യത്തെ രണ്ട് മക്കളാണ് കയീനും ഹാബേലും. ഈ രണ്ട് മക്കളെ നോക്കിയ ഒരു കാര്യം മനസ്സിലാകും, ഒരുത്തൻ നല്ലവനായിരുന്നു, ഒരുത്തൻ മോശക്കാരനായിരുന്നു. ഇന്നും അങ്ങനെയാണല്ലോ. കുടുംബങ്ങളെ നോക്കിയാൽ ചില മക്കൾ നല്ലവരാണ്, ചില മക്കൾ മോശക്കാരാണ്. അതെന്താ കാണിക്കുന്നറിയാമോ? നന്മയും തിന്മയും മാതാപിതാക്കളിലുണ്ട്. മക്കളെ വളർത്തുന്നതിൽ അവർക്ക് വ്യക്തമായ ഒരു പ്രമാണമില്ല. ചില മക്കളങ്ങ് നല്ലവരാകുന്നു, ചില മാതാപിതാക്കളുടെ നന്മവശം ചില മക്കളിൽ വരുന്നു, മാതാപിതാക്കളുടെ തിന്മവശം ചില മക്കളിൽ വരുന്നു. അത് ആ നിലയിൽ മക്കൾ മാതാപിതാക്കളുടെ അളവുകോലാണ്. മാതാപിതാക്കളുടെ മൂല്യങ്ങളുടെ പ്രതിഫലനവും മക്കളാണ്. ആദാമും ഹവ്വയും ദൈവത്തോട് മത്സരിച്ച് പാപികളായി തീർന്നു. അവിശ്വാസവും അനുസരണക്കേടും അവരിലുണ്ടായി. ഈ മക്കളിൽ നോക്കിക്കഴിഞ്ഞാൽ, ആദാമി വർഗത്തിൽ ജനിച്ച മക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരിലും അതുതന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. കയീനും ഹാബേലും പ്രതീക്ഷകളുടെ സന്താനങ്ങളായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. കാരണം കയീനാണ് ആദ്യം ജനിച്ചത്. കയീൻ ജനിച്ചപ്പോൾ ഹവ്വ പറഞ്ഞതെന്താണെന്നറിയോ? അമ്മ പറഞ്ഞതെന്താണെന്ന്? യഹോവയാൽ എനിക്കൊരു പ്രജ കിട്ടിയിരിക്കുന്നു, പുരുഷപ്രജ ലഭിച്ചു എന്നാണ്. ആ പ്രസ്താവനയെ യഹോവയാകുന്ന പുരുഷപ്രജ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിയും, പരിഭാഷ ചെയ്യാൻ കഴിയുമെന്ന് ചില എബ്രായ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും അതിനോട് യോജിക്കുന്നില്ല, പക്ഷേ ചിലർ അങ്ങനെ ചിന്തിക്കുന്നു. ഒരുപക്ഷേ ദൈവം ആ ഹവ്വയ്ക്ക് വാഗ്ദത്തം ചെയ്തത് നിൻ്റെ സന്തതി ഇങ്ങനെ സന്തതി ഉണ്ടാകുമെന്നാണ്. ഒരുപക്ഷേ ആദ്യത്തെ മകൻ ജനിച്ചപ്പോൾ ഹവ്വ അങ്ങനെ ചിന്തിച്ചു, ആ സന്തതി തന്നെയായിരിക്കും, ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തതി തന്നെയാണ് ഇതെന്ന്. എന്നാൽ വളരെ നിരാശ വന്നു. കാരണം എന്താണ്? അപ്പോസ്തലനായ യോഹന്നാൻ കയീനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. കയീൻ്റെ പാപം ഒരു മനഃപൂർവ്വ പാപമായിരുന്നു. ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നു ഹാബേൽ. എന്നാൽ കയീന് ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നില്ല, അവന് ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. ഹാബേലിൻ്റെ യാഗം വിശ്വാസത്താലുള്ള യാഗമായിരുന്നു എന്ന് ബറാലേഖനത്തിൽ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ച് ബറാലേഖനത്തിൽ പറയുന്നത് ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ യാഗം കഴിച്ചെന്നാണ്. വിശ്വാസത്താൽ യാഗം കഴിച്ചു. കയീനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അവൻ ദുഷ്ടൻ എന്നുള്ളവനായിരുന്നുകൊണ്ട് അവന് വിശ്വാസത്താൽ യാഗം കഴിക്കുവാനും കഴിയുമായിരുന്നില്ല. രണ്ടുപേരും ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അവരുടെ ആരാധന അവരെ ഊറ്റിക്കൊടുത്തു. നമ്മുടെ ദൈവാരാധനയും നമ്മളെ ഊറ്റിക്കൊടുക്കുന്നതാണ്. കയീൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നാണ് അവൻ്റെ ആരാധന. കാരണം അവൻ്റെ ആരാധനയുടെ അന്ത്യം എന്താണ്? അവൻ്റെ ഹൃദയം കയ്പാവുകയാണ് ചെയ്തത്. ദൈവം അവൻ്റെ ആരാധന സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം കയ്പായി, പക കൊണ്ട് നിറഞ്ഞു. അവൻ്റെ സഹോദരനെ കൊല്ലുവാൻ അവൻ തീരുമാനിച്ചു. അപ്പോൾ എന്തൊരു ആരാധനയാണ്! സാധാരണഗതിയിൽ ദൈവത്തെ ആരാധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തെളിയണ്ടേ, നമ്മുടെ ഹൃദയം നല്ലതാകണ്ടേ, വല്ല പകയും അസൂയ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണ്ടേ ദൈവസന്നിധി നിൽക്കുമ്പോൾ? അങ്ങനെയല്ല. കയീൻ ദൈവസന്നിധി പോയി ആരാധിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ഹൃദയം നിറച്ച് പകയും കയ്പും നിറയുകയാണ്. കാരണം അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഹാബേലിനെ കൊന്നുകളയാം. ഹാബേലിനെ കൊന്ന പ്രശ്നം തീരുമെന്ന് നമ്മൾ വിചാരിച്ചു. തീർന്നോ? ഹാബേലിനെ കൊന്നുകൊണ്ട് കയീൻ്റെ പ്രശ്നം തീർന്നോ? അതോ കയീൻ്റെ പ്രശ്നം തുടങ്ങിയതേ ഉള്ളൂ? കയീൻ്റെ പ്രശ്നം തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ചില പ്രശ്നം തീരുമെന്ന് വിചാരിച്ച് ചിലതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മുടെ പ്രശ്നം ആരംഭിക്കുകയാണ് ശരിക്ക്. കയീനോട് ദൈവം പറഞ്ഞിരുന്നു, കയീനതിൻ്റെ മുഖം പാടിയിരിക്കുന്നത് എന്താണ്? പാപം വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ നിറച്ച് പാപമാണ്, അസൂയാണ്, പകയാണ്, കൊലപാതകത്തിൻ്റെ ചിന്തയാണ്. നീ അതിനെ കീഴടക്കണം. അതിന് വളരെ ലളിതമാണ്. പാപത്തിനുള്ള ഒരു യാഗം കഴിച്ചാൽ മതി, ഒരാട്ടിൻകുട്ടിയെ കൊണ്ടത് യാഗം കഴിച്ചാൽ മതി. പക്ഷേ അത് ചെയ്യുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ മുഖം വാടിയാണോ ഇരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായ പാപപരിഹാരം നാം പ്രാപിച്ച് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധമാക്കണ്ടേ? ദൈവമായി നമുക്കൊരു നല്ല ബന്ധം വരണ്ടേ? ഹാബേൽ
വളരെ സന്തോഷമുള്ളവനായിട്ട് തീർന്നു. ഹാബേൽ ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചെന്നാണ്. താൻ രക്തസാക്ഷിയായിട്ട് ആദ്യത്തെ രക്തസാക്ഷി ലോകത്തിൽ ഹാബേലാണ്. ദൈവത്തെ സ്നേഹിച്ചതിനും ദൈവ സ്വീകാര്യമായ ഒരു യാഗം കഴിച്ചതിനും വേണ്ടിയാണ് ഹാബേലിനെ കൊന്നുകളഞ്ഞത്. എത്ര ഭയങ്കരമായിരുന്നു. ഇന്നും ഹാബേൽ വിശ്വാസത്തിൻ്റെയും ദൈവത്തെ അനുസരിച്ചവൻ്റെയും മാതൃകയായി, നല്ല ആരാധന കഴിക്കുന്നവന് മാതൃകയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കയീനോ അങ്ങനെയല്ല. അവൻ തൻ്റെ സഹോദരനെ കൊന്നു. കൊലപാതകൻ എന്ന പേര്, ആദ്യത്തെ കൊലപാതകൻ എന്ന പേര് കയീന് കിട്ടി. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ് കയീനും ഹാബേലും. കയീനൊരു ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. അവന് ദൈവഭക്തിയും ദൈവബോധവും ഒക്കെ ഉണ്ട്. ദൈവഭക്തി ഉണ്ടെന്ന് പറയുന്നത് ശരിയാണെങ്കില്ല, അവൻ്റേതായ ഒരു ദൈവഭക്തി അവനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കയീൻ തൻ്റെ അനുഭവങ്ങളിൽ നിന്നും താൻ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളിൽ നിന്നും ദൈവത്തിന് യാഗം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കൃഷി സാധനം ആയതുകൊണ്ടാണ് ദൈവം സ്വീകരിക്കാത്തതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഭോജനയാഗം എന്നൊരു യാഗം ബൈബിളിലുണ്ട്. എന്നാൽ ഭോജനയാഗത്തിന് മുൻപ് പാപയാഗം അർപ്പിച്ചിരിക്കണമെന്ന് നിയമമുണ്ട്. കയ്യിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ദൈവസന്നിധി വന്ന് ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഞാൻ ഒരു ആടിനെ കൊല്ലുന്നു എന്ന് പറയാനവൻ തയ്യാറായിരുന്നില്ല. ഞാനൊരു നല്ല മനുഷ്യനാണ്, നല്ല അധ്വാനിയായ ഒരു മനുഷ്യനാണ്, സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, അത് നീ സ്വീകരിക്കണം, നിനക്ക് ആരാധനയായിട്ട് നൽകുകയാണ്. ആ കയ്യൻ തൻ്റെ സ്വന്തം യോഗ്യതയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് തീരുമാനിച്ചെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ഹാബേൽ അങ്ങനെയല്ല, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ആട്ടിൻകുട്ടിയെ കൊല്ലുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ലെന്നുള്ളതായിരിക്കുന്ന പ്രമാണം. ആ സമയത്ത് അത് ഹാബേൽ അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു പിന്നെയാണ് അതൊക്കെ എഴുതിയതെങ്കിലും അദഹകുമാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു കാണും ആ സത്യമൊക്കെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം എങ്ങനെയുള്ളവരാണ്? ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ കയ്യിൻ്റെ ആരാധകരാണോ ഹാബേലിൻ്റെ ആരാധകരാണോ? നിങ്ങൾ പറയാം ഹാബേലിൻ്റെ ആരാധകരാകണ്ട, കാരണം രക്തസാക്ഷിയാകും മാർഗമല്ലേ. ഏതായാലും ഞാൻ നിങ്ങളോട് പറയാം, കയ്യിൻ്റെ വിധത്തിലുള്ള ആരാധകരാകുന്നതിനേക്കാൾ നല്ലത് ഹാബേലിൻ്റെ വിധത്തിലുള്ള ആരാധകരായി രക്തസാക്ഷികളാകുകയാണ്. കാരണം എന്താ? അവർക്ക് നിത്യകാലം ദൈവത്തോട് വസിക്കുവാനുള്ളതായിരിക്കുന്ന കൃപ ലഭിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം, ഈ ദിവസം നമുക്ക് ഹാബേലിൻ്റെ വിധത്തിലുള്ള വിശ്വാസത്താലുള്ള യാഗങ്ങളും ആരാധനകളും ദൈവത്തിന് അർപ്പിക്കാം. നമ്മുടെ നന്മയുടെയും നമ്മുടെ ചിന്തകളുടെയും അടിസ്ഥാനത്തിലല്ല, ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.